എല്ലാവർക്കും നമസ്കാരം. കാരണം ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം. കാരണം അത് പരസ്യത്തിലാണെങ്കിൽ എവിടെ ആണെങ്കിലും പറയണം. പറയാനുള്ള കാരണം അറിയോ, കുറച്ച് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ കാരണം അറിയോ, അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ഏത് ഭാഗത്തുനിന്നാണെന്ന് അറിയില്ല, ഒരു മിസൈൽ ഇറാനിലേക്ക് വന്നു. അവിടെ അത് ഗമേനിയുടെ ഓഫീസിന് നേരെ വന്നു അവിടെ പൊട്ടിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിലേക്ക് ഇറാൻ്റെ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം, ഇസ്രായേൽ നഗരം കത്തിക്കുന്ന രൂപത്തിലുള്ള മിസൈലുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് മിസൈലുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു പിടുത്തവുമില്ല. കാരണം മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, യുദ്ധം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ ഏത് സമയത്തും ഇസ്രായേൽ എന്ന് പറഞ്ഞ രബോജികൾ അമേരിക്കയായിട്ട് ഒരു ടൈപ്പ് വരും എന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇസ്രായേൽ ആ രാജ്യം അന്നപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2025 നമുക്കറിയാം. അതുപോലെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാലും ഇസ്രായേൽ ആ ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇസ്രായേൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ കാരണം അറിയാം, കഴിഞ്ഞ വർഷം ഒരു 12 ദിവസം ഇസ്രായേൽ നഗരം കത്തി നമ്മൾ ഓർത്തിട്ടുണ്ട്. അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും സംഭവിക്കുക. കാരണം പറയാം, എല്ലാം ബംഗാളിനുള്ളിൽ കയറി എന്നുള്ള റിപ്പോർട്ടുകൾ ആ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല. കാരണം എന്താ അറിയോ, ഇപ്പോൾ ഇറാൻ അടിച്ച സ്ഥിതിക്ക് തിരിച്ച് ഇറാൻ്റെ ആക്രമണം സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ആക്രമണമൊക്കെ ഉണ്ടാവും. കാരണം എന്താ പറയുക, ഇറാൻ സംബന്ധിച്ചോളം ഇറാൻ ആദ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം എന്താ, ഞങ്ങൾ ആക്രമിച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ ഞങ്ങൾ ആക്രമിച്ച് കഴിഞ്ഞാൽ, അല്ല US ഞങ്ങൾ ആക്രമിച്ച് കഴിഞ്ഞാൽ ആരാണ് ആക്രമിക്കുന്നത് അവരെ ഞങ്ങൾ പെരുമാറുന്നൊരു കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. കാരണം അറിയാലോ, എനിക്ക് മനസ്സിലാക്കാൻ അറിയാം, ഈ SDPI എന്നൊരു പാർട്ടിയും അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ SDPI എന്ന പാർട്ടിയും ഇറാനും ഒരേപോലെ. കാരണം ഓരോക്കോട് കളിച്ച് കഴിഞ്ഞാൽ സ്പോട്ട് തിരിച്ചു കിട്ടും. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് അടിച്ചു, അതേപോലെ തന്നെ ഇറാൻ തിരിച്ചടിച്ചു, ഇസ്രായേൽ അടിച്ചു, ഇറാൻ തിരിച്ചടിച്ചു. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ SDPI എന്ന പാർട്ടി പറ്റുക. അതേപോലെ സത്യം പറയുകയാണെങ്കിൽ എന്താ അറിയോ, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അറിയില്ല. യുദ്ധം തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. യുദ്ധം തുടങ്ങി, ഇനി എന്ത് സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അറിയോ, ഈ യുദ്ധത്തോടെ ഒരുപാട് റമദാൻ മാസമാണ്, ഒരുപാട് ആൾക്കാർ, സാധാരണക്കാരായിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെടും. അത് ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകും, ഇറാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. യുദ്ധമാകുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഏതായാലും നമ്മൾ പ്രാർത്ഥിക്കല്ലാതെ, ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ, ഇസ്രായേലിനാവട്ടെ ഇറാനാവട്ടെ ആർക്കാണെങ്കിലും ഒന്നും, പാവപ്പെട്ട ആൾക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അല്ല സാധാരണക്കാർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതായാലും ബാക്കിയുള്ള റിപ്പോർട്ടുകൾ അടുത്ത ദിവസങ്ങൾ വരും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാധാരണ രൂപത്തിൽ നമ്മൾ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ രൂപത്തിൽ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അൽ ജസീറ ബാക്കിയുള്ള കാര്യം ന്യൂസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചു തരും. ഇഷ്ടപ്പെട്ടില്ല സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ. താങ്ക് യു വെരി മച്ച്.